Meet the editors. അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് പ്രതിപക്ഷം. VHP പരിപാടിയിൽ പങ്കെടുത്ത് നടത്തിയ പ്രസംഗം വിവാദമായ സാഹചര്യത്തിലാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. പ്രമേയത്തിൽ 55 അംഗങ്ങൾ ഒപ്പുവെച്ചു. ജസ്റ്റിസ് യാദവിന്റെ പരാമർശത്തിൽ അലഹാബാദ് ഹൈക്കോടതിയോട് സുപ്രീം കോടതിയും വിശദീകരണം തേടിയിരുന്നു. സ്മൃതി, ശേഖർ കുമാർ യാദവ് വിവാദത്തിലാവുന്നത് ഇതാദ്യമായിട്ടല്ല. നേരത്തെയും ശേഖർ കുമാർ യാദവ് പലതരം വിവാദ പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചിട്ടുണ്ട്. ഓക്സിജൻ പുറത്തുവിടുന്ന പശുവിനെ കുറിച്ച് അദ്ദേഹം വിധിന്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ശേഖർ കുമാർ യാദവ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ, അതും ഹൈക്കോടതിയുടെ പരിസരത്തുള്ള ലിബർട്ടി ഹാളിൽ വെച്ച് ഡിസംബർ 8-ാം തീയതി നടത്തിയ വളരെ വിവാദമായ പ്രസംഗം, 34 മിനിറ്റുള്ള പ്രസംഗം, അത് വായിക്കുമ്പോൾ തന്നെ അത് മതേതരത്വത്തിനെതിരാണ് എന്നൊരു നിഗമനത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കും. പുറത്താക്കണമോ എന്നതാണ് ചോദ്യം. പുറത്താക്കണം, പക്ഷേ സാങ്കേതികമായി പുറത്താക്കൽ എത്രത്തോളം നടക്കുമെന്നുള്ളത് അറിയില്ല. കാരണം ഹൈക്കോടതി ജഡ്ജിമാരെ സംബന്ധിച്ച് അവർക്കെതിരെ നടപടി വേണമെങ്കിൽ ഇംപീച്ച്മെൻറ്റ് വേണം. ആ ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് ഇപ്പോൾ പ്രതിപക്ഷം നൽകിയിരിക്കുന്നു. 21 പേജ് വരുന്ന ആരോപണങ്ങളുടെ പട്ടികയാണ് അവർ കൊടുത്തിരിക്കുന്നത്. 21 പേജുള്ള നോട്ടീസിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ജഡ്ജി വിദ്വേഷ പ്രസംഗം നടത്തിയ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിച്ചു, മതന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർക്കെതിരെ മുൻവിധിയോടെ സംസാരിച്ചു, ഏക സിവിൽ കോഡ് എന്ന രാഷ്ട്രീയ കാര്യത്തെക്കുറിച്ചുള്ള തൻ്റെ ഏകപക്ഷീയമായ അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിച്ചു. ഇത് ജഡ്ജിമാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇതെങ്ങനെയാണ് കോടതി വളപ്പിൽ VHPക്ക് ഒരു പരിപാടി നടത്താനാവുക എന്നൊരു വിഷയം അവിടെയുണ്ട്. ആ പരിപാടിയിൽ 2 ജഡ്ജിമാർ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ജസ്റ്റിസ് ദിനേശ് പഥക്കും ജസ്റ്റിസ് ശേഖർ കുമാരും രണ്ടുപേരും പങ്കെടുക്കുന്നു. പക്ഷേ ശേഖർ കുമാർ യാദവിൻ്റെ പ്രസംഗമാണ് ഈ തരത്തിൽ വിവാദമായി പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് VHP പോലുള്ളൊരു സംഘടനയ്ക്ക് കോടതി വളപ്പിൽ പരിപാടി നടത്താനാവുക എന്ന ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ RSSന് സ്വാധീനമില്ല. RSSുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില അഭിഭാഷകരുടെ സംഘടനകൾ സജീവമാവുകയും അവരുടെ പരിപാടികൾ സ്ഥിരമായി അഭിഭാഷകർ പങ്കെടുക്കുന്നു, ജഡ്ജിമാർ പങ്കെടുക്കുന്നു എന്നുള്ളൊരു തുടർച്ചയാകുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം ഇതിൽ കാണാൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഹിന്ദുത്വ അജണ്ട വ്യക്തമാക്കുന്ന പ്രസംഗമാണ്. അവരും ഞങ്ങളും നിങ്ങളും എന്നുള്ളത് കൃത്യമാക്കി മനസ്സിലാവുന്ന രൂപത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത്. രാജ്യം ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഭരിക്കേണ്ടത്, നിയമങ്ങൾ പാസ്സാക്കേണ്ടത് ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് എന്ന് പറയുന്നു. ഇത് ഹിന്ദുസ്ഥാനാണ് എന്ന് പറയുന്നു. ഹിന്ദുസ്ഥാൻ എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം ആണ് ഇവിടെ ഭരിക്കുന്നത്, ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹങ്ങളാണ് നടപ്പാക്കേണ്ടത്, അതാണ് നിയമമാകേണ്ടതെന്ന് പറയുന്നു. മുസ്ലിങ്ങളെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് 4 വിവാഹം കഴിക്കാൻ അധികാരമുണ്ട് എന്ന് വിചാരിക്കുന്നവരാണ് എന്ന് പറയുന്നു. കട്ട്മുല്ല എന്ന് പറയുന്നു. തീവ്രവാദികൾ എന്ന മുല്ല എന്നുള്ള പ്രയോഗം അപമാനിക്കുന്ന രൂപത്തിൽ പ്രയോഗിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തീവ്രവാദികളായ ആളുകളുടെ നിലപാട് അംഗീകരിക്കാനാവില്ല എന്ന് പറയുന്നു. ഇനി അയോധ്യ ക്ഷേത്രം ഉണ്ടാക്കിയതിന് പിന്നിലെ ബുദ്ധിമുട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു. ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താത്ത ഒരു വിഷയത്തിൽ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി തൻ്റെ അഭിപ്രായം പുറത്തു പറയുകയാണ്. ഇങ്ങനെയുള്ള ഒരു ജഡ്ജിയിൽ നിന്നും കോടതിയിൽ എങ്ങനെയാണ് നീതിയും ന്യായവും പ്രതീക്ഷിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടെയുണ്ട്. ജഡ്ജിമാർക്ക് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുത്തുകൂടാ, അവർക്ക് അഭിപ്രായങ്ങൾ പുറത്ത് പറഞ്ഞുകൂടാ, പുറത്ത് പ്രസംഗിക്കാൻ പോകേണ്ടതേയില്ല എന്ന് തന്നെയാണ് ഇവർക്കിടയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു തീരുമാനവും. അങ്ങനെ ഒരു നിയമം തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ അതുമേലൊന്നും നടപടി ഉണ്ടാകുന്നില്ല. ഇത്തരം പ്രസംഗങ്ങൾ പലപ്പോഴായി നമ്മൾ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് കേൾക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ പോലെ തന്നെ പല ജഡ്ജിമാരിൽ നിന്നും കേൾക്കുന്നു. 2.5 മാസം മുമ്പാണ് ബാംഗ്ലൂരിലെ ഒരു പ്രദേശം പാകിസ്ഥാനാണ് എന്നൊരു പ്രതികരണം ഒരു ജഡ്ജി നടത്തിയത്. അതിന് പറയുന്നത് അവിടെ ഓട്ടോറിക്ഷയിൽ 10-ലധികം പേരെ കുത്തി നിറച്ചു കൊണ്ടുപോകുന്നത് അതൊരു പാകിസ്ഥാനാണല്ലോ, അവിടെ ഒരു നടപടിയൊന്നും നടക്കില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ന്യൂനപക്ഷം കൂടുതലുള്ള പ്രദേശമാണ്. അപ്പോൾ അങ്ങനെ കൃത്യമായും ന്യൂനപക്ഷ വിരോധം, വിദ്വേഷം പ്രകടിപ്പിക്കുന്ന ഒരുപാട് പ്രതികരണങ്ങൾ ജഡ്ജിമാരിൽ നിന്നായാലും അഭിഭാഷകരിൽ നിന്നായും വരുന്നുണ്ട്. ഇതേ ജഡ്ജി തന്നെ നടത്തിയ ഈ ഓക്സിജൻ ശ്വസിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു പശു എന്ന് പറയുന്നത്, അത് ഏത് ഘട്ടത്തിലാണ് ഈ പശുവിൻ്റെ പേരിൽ ആളുകളെ കൊല ചെയ്ത കേസ് പരിഗണിക്കുമ്പോഴാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ശ്രീരാമനെയും കൃഷ്ണനെയും ആരാധിക്കുന്നവർ തന്നെയാണ് ഇവിടെ ഹിന്ദുക്കൾ എല്ലാം. പക്ഷേ അതിലൊരു ദേശീയ നിയമം വേണം, അവരെ ആരാധ്യ പുരുഷന്മാരാക്കിയിട്ട് ഒരു ദേശീയ നിയമം വേണം എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ജഡ്ജി സ്ഥാനത്തേക്ക് എത്തുന്നത്? അപ്പോൾ കൊളീജിയം എങ്ങനെയാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ ജഡ്ജിയായി തിരഞ്ഞെടുത്ത് അയക്കുന്നത് എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. അപ്പോൾ കൊളീജിയം എന്തൊക്കെയാണ് ഒരു ജഡ്ജിയാകുന്നതിൽ ഒരാളിൽ കാണുന്ന യോഗ്യത എന്ന പ്രധാനപ്പെട്ട വിഷയം കൂടി അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇതാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം. ഇത് ഒരു ട്രെൻഡ് ആവുന്നുണ്ട്. യഥാർത്ഥത്തിൽ മുൻ ചീഫ് ജസ്റ്റിസ്
അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സ്വകാര്യ പരിപാടിയിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നു. അത് ഗണപതി പൂജയാണ്. അതിന് ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ അത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ടല്ലോ, ഇതിലൊന്നും തെറ്റില്ല. കാരണം പ്രധാനമന്ത്രിയോടും രാഷ്ട്രീയ നേതൃത്വത്തോടും ഒക്കെ അകലം പാലിക്കേണ്ടവരാണ് യഥാർത്ഥത്തിൽ ജഡ്ജിമാരെന്നുള്ളതാണ്. ആ അകലമില്ല എന്ന് കാണിക്കുന്ന ഒരു ദൃശ്യമാണ് പിന്നീട് നമ്മൾ പത്രങ്ങളിൽ പിറ്റേ ദിവസം ഫോട്ടോയായി കണ്ടത്. അത് അന്ന് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തതാണ്. പിന്നീട് അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അയോധ്യ വിധി തനിക്ക് ദൈവം പറഞ്ഞു തന്ന വിധി നടപ്പാക്കി എന്നുള്ളതാണ്. അയോധ്യ വിധി നടപ്പാക്കി, ദൈവം പറഞ്ഞു തന്ന വിധി എന്ന് പറയുമ്പോൾ അപ്പുറത്ത് രാംലല്ല കേസിലെ കക്ഷിയാണ്. അപ്പോൾ രാംലല്ല പറഞ്ഞതാണോ അദ്ദേഹം നടപ്പാക്കിയെന്ന ചോദ്യം അപ്പുറത്ത് ഉയരുന്നുണ്ട്. അങ്ങനെ ചോദ്യം ഉയരുന്ന രൂപത്തിലുള്ള ഒരു പ്രതികരണം അദ്ദേഹം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ സാമാന്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് ഹിന്ദു കോഡ് തന്നെ എന്ന ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഏക സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് പറയുമ്പോൾ ഹിന്ദു കോഡാണോ നടപ്പാക്കേണ്ടതെന്നുള്ള സംശയം സ്വാഭാവികമായി വരാം. അപ്പോൾ അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു നിയമം, ഒരു യൂണിഫോമിറ്റി എല്ലാത്തിനും വേണം എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം പറയുന്നത് കേട്ട് അംഗീകരിച്ച് നടക്കേണ്ടവർ മാത്രമാണ് ന്യൂനപക്ഷം എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. ഇതിലിപ്പോൾ പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കുന്നു. പ്രതിപക്ഷം ഇത് ഇംപീച്ച്മെൻറ്റിന് നോട്ടീസ് നൽകുമ്പോൾ ഭരണപക്ഷത്തിൻ്റെ നിലപാടെന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. നിലപാട് ഇതുവരെ ഭരണപക്ഷം വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ ഭരണപക്ഷം ആ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ എന്താണ് ജനം മനസ്സിലാക്കേണ്ടത്? ഭൂരിപക്ഷത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ന്യൂനപക്ഷം നടക്കണം എന്ന ഈ ജഡ്ജിയുടെ വാദങ്ങളെ ശരിവെക്കുന്നുണ്ടോ ഭരണപക്ഷം എന്നുള്ള ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ആ വ്യക്തത ഭരണപക്ഷം വരുത്തുമോ എന്ന് അറിയേണ്ടതുണ്ട്. ഇംപീച്ച്മെൻറ്റ് നടപ്പാക്കണമെങ്കിൽ സ്വാഭാവികമായും ഭരണപക്ഷത്തിൻ്റെ കൂടി പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. കപിൽ സിബലാണ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ആദ്യം വന്നത്. ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ തുടർച്ചയാകുന്ന ഒരു സാഹചര്യം രാജ്യത്തെ ഏത് രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. പുറത്താക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ്. പക്ഷേ പുറത്താക്കൽ അത്ര എളുപ്പവുമല്ല. അലഹബാദ് ഹൈക്കോടതി അങ്കണത്തിൽ നടത്തിയ VHP പരിപാടിയിലെ പരാമർശത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിരിക്കുന്നു. രാജ്യസഭ ഈ വിഷയം പരിഗണിക്കുകയാണെങ്കിൽ അത് പുറത്താക്കണമോ എന്നതാണ് ചോദ്യം. സുജയ, ഇംപീച്ച്മെന്റ് നമുക്കറിയാം, ഇതുവരെ 6 ജഡ്ജിമാർക്കെതിരെ ഇംപീച്ച്മെന്റിന് ശ്രമിച്ചിട്ടുണ്ട്. ഒന്നും നടന്നിട്ടില്ല. ഒന്നുകിൽ രാജിവെച്ച് പോകും, അല്ലെങ്കിൽ പരാമർശങ്ങൾ നീക്കുന്നു. അങ്ങനെയാണ് ഇതുവരെ ഒരു ജഡ്ജിനെ ഇംപീച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ഇവിടെ പുറത്താക്കേണ്ടതായ ഒരു സാഹചര്യം വരുന്നത് അദ്ദേഹം ഒരു സിറ്റിംഗ് ജഡ്ജായി ഇരുന്നുകൊണ്ട് നടത്തിയ കമന്റ് എന്ന രീതിയിലാണ്. അവിടെ അദ്ദേഹം നടത്തിയത് അതൊരു ഇമ്പാർഷ്യലായ ഒരു ജഡ്ജ്മെന്റ് ഡെലിവറി ചെയ്യേണ്ട ഒരാൾ വന്ന് ഇങ്ങനെ ഒരു സൈഡ് ചേർന്നുകൊണ്ടുള്ള ഒരു പരാമർശം നടത്തുന്നത് ശരിയല്ല എന്നുള്ള ഭാഗത്താണ് ഈ പുറത്താക്കണോ എന്ന ആവശ്യം തന്നെ ഉയരുന്നത്. ഇവിടെ ഡിസംബർ 8-ാം തീയതിയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ചടങ്ങിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർകുമാർ യാദവ് പങ്കെടുക്കുന്നത്. ആ പരിപാടി എന്താണെന്ന് ഞാൻ പരിശോധിച്ചു. അപ്പോൾ അത് VHPയുടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ലീഗൽ സെല്ലും ഹൈക്കോർട്ട് യൂണിറ്റും ചേർന്ന് നടത്തിയ ഒരു പ്രൊവിൻഷ്യൽ കൺവെൻഷനാണ്. ഇങ്ങനെയുള്ള അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ VHP എന്ന സംഘടന നടത്താറുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊരു പരിപാടിയെ നടത്താൻ പാടില്ല, അവരെന്തിന് കോടതിയിൽ വന്നു എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ VHPക്ക് അവിടെ ഒരു ലീഗൽ സെല്ലും ഒരു ഹൈക്കോർട്ട് യൂണിറ്റും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവരവിടെ വന്നതും പരിപാടി നടത്തിയതും എന്നുള്ളതാണ് അതിനുള്ള മറുപടി. അതിനുള്ള എല്ലാ അവകാശങ്ങളും മറ്റ് സംഘടനകളെ പോലെ തന്നെ VHPക്കും ഉണ്ട്. ഇനി വിഷയത്തിലേക്ക് വന്നാൽ, പ്രസംഗം വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കിയോ ഇല്ലയോ, അതാണ് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ, ചീഫ് ജസ്റ്റിസ് തന്നെ എന്താണ് ഈ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത് എന്നതിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിവരങ്ങൾ തേടിയിരിക്കുന്നത്. ഇതിൽ കപിൽ സിബൽ, സമാജ്വാദി പാർട്ടിയുടെ രാജ്യസഭാംഗമായ കപിൽ സിബലിനെയാണ് ഏറ്റവും കൂടുതൽ. കപിൽ സിബലാണ് ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, നോട്ടീസ് നൽകുന്നതിലേക്കൊക്കെ നീങ്ങുന്നത് കപിൽ സിബലിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റിലൂടെയാണ്. അവിടെ കപിൽ സിബലും ജോൺ ബ്രിട്ടാസും CPIയുടെ രാജ്യസഭാ കക്ഷി നേതാവ് P. സന്തോഷ് കുമാറും അടക്കമുള്ളവർ ഒപ്പിട്ട നോട്ടീസാണ്. ഈ നോട്ടീസിൻ്റെ കാര്യം ശ്രദ്ധിക്കൂ. 55 ഇന്ത്യ ബ്ലോക്ക് MPമാരാണ് ഈ നോട്ടീസിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഈ ഒരു ഇംപീച്ച്മെൻറ്റ് പ്രമേയമായി വരികയാണെങ്കിൽ അതിന്മേൽ എത്രത്തോളം പിന്തുണയുണ്ടാകുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരിക്കലും അത് ഒരു ഇംപീച്ച്മെൻറ്റിലേക്ക് പോകുന്ന ഒരു ഘട്ടം എത്തുമെന്നൊന്നും ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുക വയ്യ. എന്തായാലും അക്കാര്യത്തിൽ ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്നുള്ള ഒപ്പം ചെയർമാൻ്റെ ഒക്കെ തീരുമാനം എന്താണെന്നത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിലേക്ക് വരുന്ന വിശദീകരണം, അതിൻ്റെ ഉള്ളടക്കം കൂടി പരിശോധിച്ച ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോവുക എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളെക്കുറിച്ച് മാഡം സൂചിപ്പിച്ചല്ലോ, ഇത് ഹിന്ദുസ്ഥാനാണ് എന്ന് പറയാൻ മടിയില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹം ഒരു സിറ്റിംഗ് ജഡ്ജായി അതിരുന്ന് പറയുമ്പോഴുള്ള കോൺസ്റ്റിറ്റ്യൂഷണലായി അദ്ദേഹത്തിന് മുന്നിലുള്ള ചില അതിർവരമ്പുകൾ അദ്ദേഹം ലംഘിച്ചോ എന്നത് മാത്രമാണ് ഇവിടുത്തെ വിഷയം. ഇത് ഹിന്ദുസ്ഥാനാണെന്ന് പറയാൻ മടിയില്ല. ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹപ്രകാരമായിരിക്കണം ഹിന്ദുസ്ഥാനിൽ കാര്യങ്ങൾ നടക്കേണ്ടത്. അതാണല്ലോ ഈ
കോൺട്രവേഴ്ഷ്യൽ ആയുള്ള 2 സെൻറ്റൻസസ് മൈനോറിറ്റിക്ക് എതിരെ പറഞ്ഞത് കൂടാതെ അതിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ടാണത് പറയുന്നത്. ഒരു സിറ്റിംഗ് ജഡ്ജ് പറയുന്നു എന്നതിൽ മാത്രമേ ഞാൻ അതിലൊരു തെറ്റ് കാണുന്നുള്ളൂ. കാരണം ഹിന്ദുസ്ഥാനാണ് എന്ന് പറയാൻ മടിയില്ല എന്ന് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നമുക്കൊക്കെ ഉള്ളതുപോലെ തന്നെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യ അവകാശങ്ങൾ ജഡ്ജായ അദ്ദേഹത്തിനുമുണ്ട്. ഇനി ഏകീകൃത സിവിൽ കോഡ് ഭരണഘടനാപരമായ അനിവാര്യതയാണ്. അതായിരുന്നു അദ്ദേഹത്തിന് കൊടുത്ത വിഷയം. അതിന്മേലുള്ള പ്രസംഗം അതൊരു അവയർനെസ് സ്പീച്ചാണ്. ആ അവയർനെസ് സ്പീച്ചിലെ പാർട്ട് ആൻഡ് പാഴ്സൽ എടുത്തുകൊണ്ട് അത് ഡിസ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇവിടെ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് അദ്ദേഹത്തിനുള്ള അഭിപ്രായമാണ്. അദ്ദേഹത്തിനുള്ള അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് വേണ്ട എന്ന് പറയുന്ന ആളുകൾക്ക് ഒപ്പം മാത്രം നിൽക്കണം എന്ന് നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു രാജ്യമാകുമ്പോൾ അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അഭിപ്രായമാണ് ജഡ്ജും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനിതിൽ കാണുന്ന തെറ്റ് സിറ്റിംഗ് ജഡ്ജി ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഇത് പറയാമോ എന്നുള്ളതാണ്. ഫോർമർ ജഡ്ജസ് ഒക്കെ VHPയുടെ പരിപാടികളിലും മറ്റ് സംഘടനകളുടെ പരിപാടികളിലും ഒക്കെ പോയി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സിറ്റിംഗ് ജഡ്ജ് ഇങ്ങനെ പറയുമ്പോഴുള്ള ഔചിത്യക്കുറവാണ് ഞാനിതിൽ കാണുന്ന ഒരു വിഷയം. ഇതിൽ ഡെറഗേറ്ററി റിമാർക്കാണ് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഈ ആർട്ടിക്കിൾ 124 അനുസരിച്ച് ജഡ്ജിമാരെ പുറത്താക്കുന്നതിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്പീച്ചിലെ ഓരോ ഭാഗവും എടുത്ത് അതെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതൊക്കെ ഓരോന്ന് വീതം എടുത്തെടുത്ത് പരിശോധിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു പരിശോധനയിലേക്കൊക്കെ പോകുന്ന പ്രത്യേക സമിതി രൂപീകരണം അതൊക്കെ പാർലമെൻറ്റിൽ നടക്കുമോ എന്നതറിയാനാണ് ഞാൻ എന്തായാലും കാത്തിരിക്കുന്നത്. ഇവിടെ 2 കാര്യങ്ങൾ ആരോപണത്തിൽ പറയുന്നത് ഹെയ്റ്റ് സ്പീച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസൈറ്റ്മെൻറ്റ് ടു കമ്മ്യൂണൽ ഡിസ്ഹാർമണി, അതാണ് പറയുന്ന 2 കാര്യങ്ങൾ. അതിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ഉണ്ടോ, അതായത് മൈനോറിറ്റീസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ഉണ്ടായിട്ടുണ്ടോ, ഒരു പ്രിജുഡിസ് ഒരു ജഡ്ജി ആയിരിക്കുമ്പോൾ, ഒരു സിറ്റിംഗ് ജഡ്ജ് ആയിരിക്കുമ്പോൾ ഒരു പ്രിജുഡിസ് അദ്ദേഹം കാണിച്ചിട്ടുണ്ടോ, ഇതാണ് അവിടെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങൾ. അതിൽ പബ്ലിക് ഡിബേറ്റ് ഓർ എക്സ്പ്രസ്ഡ് ഹിസ് വ്യൂസ് ഇൻ പബ്ലിക് ഓൺ പൊളിറ്റിക്കൽ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു യൂണിഫോം സിവിൽ കോഡ്. അതായത് അദ്ദേഹത്തിൻ്റെ ഇതൊരു രാഷ്ട്രീയ വിഷയം കൂടിയായി നിൽക്കുമ്പോൾ അതിലൊരു ഭാഗം ചേർന്നുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു എന്നുള്ളത് കൃത്യമായും ആ പ്രസംഗത്തിലുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു കാര്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരായ ഒരു ഇംപീച്ച്മെൻറ്റുമായി മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ അത് സക്സസ്ഫുൾ ആകുമോ എന്നത് അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇതിൽ ആർട്ടിക്കിൾ 124(4), 124(5) അവയും ഒപ്പം ആർട്ടിക്കിൾ 217(1)(b) ആൻഡ് ആർട്ടിക്കിൾ 218 ഇത്രയും ചേർത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഒരു ജഡ്ജിനെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് പുറത്താക്കാൻ കഴിയുക. അതിൻ്റെ ആ ഒരു നടപടിക്രമങ്ങളിലേക്ക് തന്നെ കടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നുള്ളത് ഈ വിഷയത്തിൽ കുറവാണ് എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹം മുസ്ലിംസിനെതിരെ നടത്തിയിട്ടുള്ള ഒരു പ്രിജുഡിസ് വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പദപ്രയോഗം, അതിനെ അദ്ദേഹം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നതുകൂടി അറിയണം. പറഞ്ഞങ്ങ് പോവുകയാണ് ചെയ്തത്. അക്കാര്യത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്, അദ്ദേഹം അതൊരു ഡെറഗേറ്ററി റിമാർക്കായിട്ടാണ് ഉദ്ദേശിച്ചത് പറഞ്ഞത് എന്ന് സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് എതിരായി വരും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും സുപ്രീം കോടതിയുടെ ഒരു റിവ്യൂ ഇപ്പോൾ നടക്കുകയാണല്ലോ. സുപ്രീം കോടതി ഹൈക്കോർട്ടിൽ നിന്ന് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അലഹബാദ് ഹൈക്കോർട്ട് ആ ഒരു റിവ്യൂ കൊടുക്കട്ടെ. ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഈ ജഡ്ജി ശേഖർ കുമാർ യാദവ് അദ്ദേഹം താനൊരു ഹിന്ദുവാണ് എന്ന് അഭിമാനിക്കുന്നൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ അദ്ദേഹത്തെ കുറ്റം പറയാനായി ഒരാൾക്ക് ഹിന്ദുവായോ അല്ലെങ്കിൽ മുസ്ലിമായോ അല്ലെങ്കിൽ മതമില്ലാത്തയാളായോ പാഴ്സിയായോ ജൈനോ എങ്ങനെ വേണമെങ്കിലും ഒരാൾക്ക് വിശ്വസിക്കാനും ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പു തരുന്ന ഭരണഘടനയും ഒക്കെയുള്ള രാജ്യം തന്നെയാണല്ലോ നമ്മുടെ ഇന്ത്യ. അപ്പോൾ അതിൽ അദ്ദേഹം ഹിന്ദു എന്ന സ്വത്വത്തിൽ അഭിമാനം കൊണ്ടുകൊണ്ട് VHPയുടെ പരിപാടിയിൽ പോയി പറഞ്ഞതാകാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ പറയുന്നതിൽ അദ്ദേഹത്തെ ഒരു ഹിന്ദു റിവൈവലിന് വേണ്ടി പറഞ്ഞതാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള VHPയുടെ പിന്തുണയായിരിക്കും ഈ വിഷയത്തിൽ ഉണ്ടാവുക. എന്തായാലും ഇതിൽ സിറ്റിംഗ് ജഡ്ജസ് ഇതുപോലെയുള്ള പരിപാടികൾ വരണോ എന്നുള്ളത് VHP തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഫോർമർ ജഡ്ജസ് വന്ന് അഭിപ്രായം പറയുന്നത് പോലെയല്ല സിറ്റിംഗ് ജഡ്ജ് വന്ന് ഇങ്ങനെയൊരു വിഷയത്തിൽ അഭിപ്രായം പറയുന്നത്. സെയിം വൈസ് വേഴ്സ മറുഭാഗത്ത് ഇപ്പോൾ ഒരു മുസ്ലിം ജഡ്ജ്, അങ്ങനെ ജഡ്ജസ് എന്ന് പറഞ്ഞാൽ മതി നമ്മൾ, ഇതിപ്പോൾ ഒരു ഹിന്ദുസ്ഥാൻ എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 2 ഓപ്പോസിറ്റ് എക്സ്ട്രീംസ് രണ്ടും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വൈസ് വേഴ്സ ഒരു മുസ്ലിം നാമധാരിയായ ഒരു ജഡ്ജാണെങ്കിലും അദ്ദേഹം വന്ന് ആ ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒക്കെ പങ്ക് പറ്റുന്നത് അല്ലെങ്കിൽ ഭാഗം പിടിക്കുന്നത് ശരിയല്ല. അതേതായാലും അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായാലും ആ മതത്തിന് വേണ്ടി വാദിക്കുന്നത് ശരിയല്ല. കാരണം അത് ആ പദവിയിൽ അദ്ദേഹത്തെ ഇരുത്തുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സിന് ഒപ്പം നിന്നുകൊണ്ട് വേണം ജഡ്ജസ് നിൽക്കാനായി. ഇവിടെ ഇപ്പോൾ എന്തായാലും
ഭരണഘടനാ ലംഘനമുണ്ടായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ അദ്ദേഹം ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തം മറന്നുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നതുകൂടി ഈ വിഷയത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും പ്രതിപക്ഷ നിരയിൽ ഇക്കാര്യത്തിൽ ഒരു ഐക്യം ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം പൂർണ്ണമായും ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് ഈ പറയുന്ന പ്രമേയത്തിനൊപ്പം നിൽക്കാൻ എല്ലാവരും തയ്യാറാകുമോ? പ്രതിപക്ഷ നിരയിൽ തന്നെ ഒരു ഐക്യമുണ്ടോ? ഇതിനകം തന്നെ ഇന്ത്യ മുന്നണി വിഘടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹപ്രകാരം ഹിന്ദുസ്ഥാനിൽ കാര്യങ്ങൾ നടക്കണം എന്ന് പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമിനെതിരെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിനെതിരായ നീക്കത്തിന് അത്രയ്ക്ക് ശക്തിയോടെ എല്ലാവരും നിൽക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ഇവിടെ അദ്ദേഹം സിറ്റിംഗ് ജഡ്ജ് എന്ന നിലയിൽ പറയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ സുപ്രീം കോടതി എടുക്കുന്ന റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം വരട്ടെ. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ പുറത്താക്കാനുള്ള സാധ്യതകൾ തേടാവുന്നതാണ് എന്നല്ലാതെ പുറത്താക്കലിലേക്ക് എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. ഒരിടവേളയ്ക്കു ശേഷം തുടരാം. വിയോജിപ്പുകളുണ്ട്. വെൽക്കം ബാക്ക്. ശേഖർ കുമാർ യാദവിനെ പുറത്താക്കണമോ എന്നാണ് ചോദ്യം. പുറത്താക്കണം എന്നതാണ് ആഗ്രഹം. പക്ഷേ നിലവിലുള്ള രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ശേഖർ കുമാർ യാദവിനെ പുറത്താക്കാനുള്ള വേണ്ടത്ര ഭൂരിപക്ഷം രാജ്യസഭയിലോ ലോക്സഭയിലോ ഇപ്പോൾ ഈ പ്രമേയത്തെ അനുകൂലിക്കുന്ന അംഗങ്ങൾക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ആദ്യം ശേഖർ കുമാർ യാദവ് എന്ന് പറയുന്ന ഒരു ജഡ്ജി അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ജഡ്ജി എങ്ങനെയാണ് പുറത്താക്കുക? നമ്മൾ സാധാരണ ഇംപീച്ച്മെൻ്റ് എന്ന് പറയും. സാങ്കേതികമായി ഇംപീച്ച്മെൻ്റ് എന്നൊരു പദപ്രയോഗം ജഡ്ജിമാരെ മാറ്റുന്നതിന് ഉപയോഗിക്കാറില്ല. അത് പ്രസിഡൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ഇംപീച്ച്മെൻ്റ് എന്നൊരു പ്രോസസ്സ് പറയുക. എന്നാൽ ഇവിടെ നമ്മൾ പറയുക എന്താണ്? ജഡ്ജിമാരെ റിമൂവ് ചെയ്യുകയാണ്. ജഡ്ജിമാരെ റിമൂവ് ചെയ്യുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പല ഘട്ടങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജഡ്ജിമാരുടെ ചട്ടപ്രകാരം എന്താണ് അവർ പാലിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ പ്രോസസ്സ് ഇങ്ങനെയാണ്. നിലവിൽ രാജ്യസഭയിലാണ് നിങ്ങൾ പ്രമേയം അവതരിപ്പിക്കുന്നതെങ്കിൽ അതിന് 50 പേരുടെ നോട്ടീസ് കൊടുക്കണം. ലോക്സഭയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ 100 പേരുടെ നോട്ടീസാണ് ആവശ്യം. ചുരുക്കത്തിൽ ലോക്സഭയിൽ ഇത് അവതരിപ്പിക്കുന്നതിന് 100 പേരുടെ നോട്ടീസ് കിട്ടുമോ എന്നുള്ളതാണ് നേരത്തെ സുജയ ഒരു ആശങ്ക പ്രകടിപ്പിച്ചത്. നോട്ടീസ് കൊടുക്കാൻ ഒരു പക്ഷേ 100 പേരെ കിട്ടിയേക്കും. പക്ഷേ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് രാജ്യസഭയിലാണ് ഇത് അവതരിപ്പിക്കുന്നതെങ്കിൽ രാജ്യസഭയിൽ ഒരു എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കണം. ആ എൻക്വയറി കമ്മിറ്റി വിശദമായിട്ടിത് പഠിക്കണം. പഠിച്ചതിനു ശേഷം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ 3/2 ഭൂരിപക്ഷത്തോട് സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടിയാണ് ജഡ്ജിയെ പുറത്താക്കാൻ കഴിയൂ. അതായത് ടോട്ടലായിട്ടുള്ള അംഗങ്ങളുടെ കേവല ഭൂരിപക്ഷവും ഹാജരാകുന്ന അംഗങ്ങളുടെ 3/2 ഭൂരിപക്ഷവും രാജ്യസഭയിലും ആവശ്യമാണ്. രാജ്യസഭ ആ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ ലോക്സഭയിലേക്ക് കൊടുത്ത് ലോക്സഭയുടെ അംഗീകാരം കൂടി വാങ്ങണം. ലോക്സഭയും ഇതേപോലെ 3/2 ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കണം. നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 ഘട്ടങ്ങളിലായി ഇന്ത്യയിൽ 1990-കൾക്ക് ശേഷം ജഡ്ജിമാരെ ഈ പുറത്താക്കുന്ന ഈ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1993 അന്ന് ജസ്റ്റിസ് വി രാമസ്വാമിയാണെന്ന് തോന്നുന്നു. അന്ന് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ ഭവനം ആഡംബര ഭവനമാക്കിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഒരു പ്രമേയം കൊണ്ടുവരുന്നു. പക്ഷേ അന്ന് 401 അംഗങ്ങൾ സഭയിൽ ഹാജരാകുമ്പോൾ 205 അംഗങ്ങളുള്ള കോൺഗ്രസ് ആ പ്രമേയത്തിൽ പങ്കെടുക്കാതെ പുറത്തു നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. എൻക്വയറി കമ്മിറ്റി കണ്ടെത്തിയിട്ടും ആ പ്രമേയം പാസ്സാവാതെ പരാജയപ്പെടുന്നത് കോൺഗ്രസ് അന്ന് അബ്സ്റ്റെയിൻ ചെയ്തിരുന്നു എന്നതുകൊണ്ടാണ് രാമസ്വാമിയുടെ കാര്യത്തിൽ. പിന്നീട് പല ഘട്ടങ്ങളിലായി പല ജഡ്ജിമാരെയും പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. 2009 പി ഡി ദിനകർ എന്ന് പറയുന്ന കർണാടകയിലെ ഹൈക്കോടതി ജഡ്ജി സ്വത്ത് സമ്പാദിച്ചതിൻ്റെ പേരിൽ അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചതിൻ്റെ പേരിൽ ഇതേപോലൊരു എൻക്വയറി നേരിട്ടിരുന്നു. എൻക്വയറി കമ്മിറ്റി തുടങ്ങുന്നതിന് മുൻപ് രാജ്യസഭയിൽ നോട്ടീസ് കൊടുത്ത് എൻക്വയറി കമ്മിറ്റി അന്വേഷണം തുടങ്ങുന്നതിനിടയിൽ പി ഡി ദിനകരൻ രാജിവെച്ചൊഴിയുകയാണ് ഉണ്ടായത്. 2011 നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിവാദമായ കൽക്കട്ടയിലെ സുമിത്രാ സെൻ കേസ്. ആ സുമിത്രാ സെൻ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജിയെ പുറത്താക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യസഭയിൽ ഇതേപോലെ നോട്ടീസ് കൊടുക്കുന്നു. എൻക്വയറി കമ്മിറ്റി അത് കണ്ടെത്തുന്നു. പക്ഷേ ആ പ്രോസസ്സിനിടയിൽ സുമിത്രാ സെൻ രാജിവെക്കുകയാണ് ചെയ്യുന്നത്. രാജ്യസഭ ആ പ്രമേയം പാസ്സാക്കിയിരുന്നു. എൻക്വയറി കമ്മിറ്റി കണ്ടെത്തി സുമിത്രാ സെന്നെ പുറത്താക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം രാജ്യസഭ പാസ്സാക്കി ലോക്സഭയിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് സുമിത്രാ സെൻ സ്വയം രാജിവെച്ചൊഴിയുന്നത്. മറ്റൊന്ന് 2015 JB പർഡിവാല എന്ന ഗുജറാത്തിലെ ഹൈക്കോടതി ജഡ്ജിയാണ്. അദ്ദേഹത്തെ റിസർവേഷനെ കുറിച്ച് അദ്ദേഹം നടത്തിയ ഒരു റിമാക്സിൻ്റെ പുറത്താണ് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ഒരു നോട്ടീസ് കൊടുക്കുന്നത്. പക്ഷേ നോട്ടീസ് കൊടുത്ത് എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് JD പർഡിവാല ചെയ്തത് അദ്ദേഹം ആ വിധിന്യായത്തിലെ വിവാദമായ പരാമർശം സ്വയം എക്സ്പ്ലെയിൻ ചെയ്ത് നീക്കി. അത് രേഖാമൂലം നീക്കി. കോടതിയിൽ നിന്ന് ആ വിധിന്യായത്തിൽ നിന്ന് നീക്കി രക്ഷപ്പെടുകയാണ് JD പർഡിവാല ചെയ്തത്. 2015 SK ഗാൻജിലി എന്ന മധ്യപ്രദേശിലെ ഹൈക്കോടതി ജഡ്ജി 58 MP അദ്ദേഹത്തിനെതിരെ രാജ്യസഭയിൽ തന്നെ
തന്നെ പ്രമേയം അവതരിപ്പിച്ചു. സെക്ഷൽ ഹരാസ്മെൻ്റ് ആയിരുന്നു അന്ന് നേരിട്ട കുറ്റം. പക്ഷേ എൻക്വയറി കമ്മിറ്റി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയതോടുകൂടി അവിടെ ആ പ്രമേയം അവസാനിച്ചു. മറ്റൊന്ന് ഏറ്റവും അടുത്ത് നടന്നത് 2018 പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്നതുപോലെ അന്ന് വെങ്കയ്യ നായിഡു രാജ്യസഭാ ചെയർമാനായിരിക്കുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ ദീപക് മിശ്ര എന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കെതിരെ അന്ന് 64 MP-മാരാണ് രാജ്യസഭയിലെത്തിയത്. പക്ഷേ ആ പ്രമേയത്തിൽ ഇത് അദ്ദേഹം കുറ്റം ചെയ്തതായി പ്രാഥമികമായി കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് കമ്മിറ്റി പോലും രൂപീകരിക്കാതെ വെങ്കയ്യ നായിഡു തള്ളിക്കളയുന്നതാണ് നമ്മൾ കണ്ടത്. ഇത്രയുമാണ് അടുത്ത കാലത്ത് നടന്ന ജഡ്ജിമാരെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിവിധ കേസുകൾ. ഈ വിവിധ കേസുകളിൽ ഒന്നിടത്തും ഈ പ്രോസസ്സ് പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കാരണം ജഡ്ജിമാർ ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ ഒന്നുകിൽ അത് ഭരണപക്ഷത്തെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വംശത്തെ, ഏതെങ്കിലും ഒരു സമുദായത്തുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയ പരാമർശങ്ങളായിരിക്കും നടത്തുക. പക്ഷേ ഇവിടെ നടത്തിയിരിക്കുന്നത് അത്യന്തം ഗുരുതരമായിട്ടുള്ള പ്രസ്താവനയാണ് എന്ന് നിസ്സംശയം പറയാം. 34 മിനിറ്റ് നീണ്ട ശേഖർ കുമാർ യാദവിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് അത്യന്തം ഗുരുതരമായ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ഭരണഘടനയുടെ മതേതരത്വത്തിൻ്റെ മനസാക്ഷിയെ മുറിവേൽപ്പിച്ചു എന്നാണ് എൻ്റെ ടേക്ക്. എന്നാൽ അതിലെന്താ സംഭവിക്കാൻ പോകുന്നത്? രാജ്യസഭയിൽ ഒരു എൻക്വയറി കമ്മിറ്റി ഒരുപക്ഷെ വന്നേക്കാം. എൻക്വയറി കമ്മിറ്റി ഇതിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയേക്കാം. പക്ഷേ രാജ്യസഭയിൽ ആ പ്രമേയം പാസ്സാക്കാൻ കഴിയാത്ത വിധം ദുർബലമാണ് അവിടുത്തെ പ്രതിപക്ഷത്തെ സാന്നിധ്യം. 85 അംഗങ്ങൾ മാത്രമാണ് ഇന്ത്യ മുന്നണിക്കുള്ളത്. മറുഭാഗത്താണെങ്കിൽ 120ഓളം അംഗങ്ങൾ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രമേയത്തെ വളരെ ഈസി ആയിട്ട് മറികടക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങൾ നോക്കൂ. എന്തായിരിക്കാം ശേഖർ കുമാർ യാദവിനെ ഇത്തരത്തിലൊരു വംശീയമായ പരാമർശം, ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള പരാമർശം നടത്തുന്നത്? കാട്ട്മുല്ലാസ് എന്നാണ് അദ്ദേഹം വിളിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സമുദായത്തിലെ ആചാര്യന്മാരെ അല്ലെങ്കിൽ സമുദായത്തിലെ മനുഷ്യരെ അദ്ദേഹം പരിഹാസ രൂപേണ പുറത്തു വിളിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് അപഹസിക്കാൻ ശ്രമിക്കുന്നു. ഹിന്ദു സമുദായത്തിൽപ്പെട്ട കുട്ടികൾ വളരെ സംയമനശീലമുള്ളവരും അഹിംസയുടെ വക്താക്കളുമായി നിൽക്കുമ്പോൾ മറുഭാഗത്ത് കന്നുകാലികളെ കൊള്ളുന്നത് നേരിട്ട് കാണുന്ന മക്കൾക്ക് എങ്ങനെയാണ് അഹിംസാക്കളായിരിക്കാൻ കഴിയുക, ക്ഷമാശീലരായിരിക്കാൻ കഴിയുക, കാരുണ്യത്തോടു കൂടി ഇരിക്കാൻ കഴിയുക എന്ന് ചോദിക്കുന്നു. ഞങ്ങളെന്നും നിങ്ങളെന്നും അവരെ അഭിസംബോധന ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 ലംഘനമാണ്, ആർട്ടിക്കിൾ 14 ലംഘനമാണ്. അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് എവിടെയാണ്? ഹൈക്കോടതിയിൽ തന്നെയുള്ള ലിബർട്ടി ഹാളിൽ VHP നടത്തിയ ഈ യൂണിഫോം സിവിൽ കോഡ് അനിവാര്യമാണോ, ഭരണഘടനാപരമായ അനിവാര്യതയോ എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നതെന്ന് ഓർമ്മിക്കണം. അദ്ദേഹം ഒരു സിറ്റിംഗ് ജഡ്ജാണ്. അദ്ദേഹത്തിന് മുന്നിൽ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു കാട്ട്മുല്ല വന്നു നിന്നാൽ അദ്ദേഹത്തിൻ്റെ വിധിന്യായം എന്തായിരിക്കും? ഇതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. അപ്പോൾ നിർഭയമായി, നീതിപൂർവമായി, നിഷ്പക്ഷമായി നീതിയുടെ വാഴ്ച ഉറപ്പാക്കണമെങ്കിൽ, നിയമത്തിൻ്റെ വാഴ്ച ഉറപ്പാക്കണമെങ്കിൽ അതിന് കഴിയാത്തയാളാണ് താൻ എന്നുള്ളത് ശേഖർ കുമാർ യാദവ് തെളിയിച്ചിരിക്കുന്നു എന്നതാണ് ആ പ്രസംഗത്തിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഭരണഘടന എന്താണെന്നറിയില്ല, ഭരണഘടനയിലുള്ള ജനാധിപത്യ ആശയം എന്താണെന്നറിയില്ല. അദ്ദേഹം പറയുന്നത് ഭൂരിപക്ഷത്തിൻ്റെ ആശയങ്ങൾക്കനുസരിച്ചാണ് നിയമങ്ങൾ ഉണ്ടാകുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ജാതീയമോ മതപരമോ സാമുദായികമോ ആയ ഭൂരിപക്ഷമല്ല. അതാണ് അംബേദ്കർ പറഞ്ഞത്. നമ്മുടെ റിപ്പബ്ലിക് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് നമ്മളുടെ പൊളിറ്റിക്കൽ മെജോറിറ്റിയെ മത മെജോറിറ്റിയായി അഥവാ ഒരു റിലീജിയസ് മെജോറിറ്റിയായി മതഭൂരിപക്ഷമായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അന്ന് നമ്മുടെ ഭരണഘടന അട്ടിമറിക്കപ്പെടും. ഇത് ഈ ശേഖർ കുമാർ യാദവിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് രാഷ്ട്രീയമായ മെജോറിറ്റി ഭൂരിപക്ഷത്തെ ഒരു വംശീയമായ ഭൂരിപക്ഷമായി അദ്ദേഹം സ്വയം വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പറയുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും രാമന്മാരാകുന്ന ഒരു രാജ്യമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. കൗതുകകരമായൊരു തുടക്കമാണ്. ഗായ്, ഗീത, ഗംഗ, ഇത് മൂന്നുമാണ് ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ സ്വരൂപങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് തീർച്ചയായും അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുന്നതാവട്ടെ BJPയുടെ മുദ്രാവാക്യത്തിലാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഏക് രഹേംഗെ തോ സേഫ് രഹേംഗെ എന്ന മുദ്രാവാക്യത്തിലാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം സിറ്റിംഗ് ജഡ്ജിയാണ്, BJPയുടെ ദേശീയ സെക്രട്ടറി അല്ല. അത് മറന്നുപോയി എന്നതാണ് ശേഖർ കുമാർ യാദവ് ചെയ്ത തെറ്റ്. അപ്പോൾ ഒരു സിറ്റിംഗ് ജഡ്ജി എന്ന നിലയിൽ അദ്ദേഹം ഭരണഘടനയുടെ മതേതരത്വം എന്ന് പറയുന്ന ആശയത്തിനെതിരായി പ്രവർത്തിച്ചു. അവിടെ അദ്ദേഹം ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസംഗം നടത്തി. അതുമാത്രവുമല്ല, ന്യൂനപക്ഷത്തെ അവഹേളിക്കുകയും അവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചു. ഇനി യൂണിഫോം സിവിൽ കോഡ് എങ്ങനെയാണോ റാംലല്ലെ നിങ്ങളൊരു അമ്പലത്തിനുള്ളിലാക്കിയത്, അതേപോലെ യൂണിഫോം സിവിൽ കോഡും ഇവിടെ യാഥാർത്ഥ്യമാകുമെന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയാണ്. അങ്ങനെ വംശീയമായി വേർതിരിച്ച് വളരെ മോശം പരാമർശങ്ങൾ നടത്തി ഒരു സമുദായത്തെ ആക്ഷേപിക്കുകയും രാഷ്ട്രീയ
രാഷ്ട്രീയമായി ചർച്ച ചെയ്ത് നിയമസഭയിലൂടെ വന്ന് പാർലമെന്റിലൂടെ വന്ന് നിയമമാകേണ്ട യൂണിഫോം സിവിൽ കോഡിന് നിയമം എത്തുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രീയ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പദവിയുടെ അന്തസ്സ് കളഞ്ഞു കുളിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ ശേഖർ കുമാർ യാദവിൽ നിന്ന് ഇതിനുമപ്പുറം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ 2021 ഒരു കേസ് ഈ ശേഖർ കുമാർ യാദവിൻ്റെ കോർട്ടിൽ വന്നിരുന്നു. അന്ന് അദ്ദേഹം പരിഗണിച്ചത് സംഭാലിൽ നിന്നുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കൗസ്ലോട്ടറുമായി ബന്ധപ്പെട്ട് ഒരു FIR-ൽ പ്രതിസ്ഥാനത്ത് നിന്ന ഒരു വിഷയമാണ്. ഇതിൽ അദ്ദേഹത്തിന് ബെയിൽ നിഷേധിച്ചു. ഗോവധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബെയിൽ നിഷേധിച്ചുകൊണ്ട് പുറത്തിറക്കിയ വിധിയിലാണ് അദ്ദേഹം വിവാദമായ 2 പ്രസ്താവനകൾ നടത്തിയിരുന്നത്. ഒന്ന്, പശുവിനെ ദേശീയ മൃഗമാക്കണം. 2, പശു ശ്വസിക്കുന്നതും ഓക്സിജൻ, പശു പുറത്തുവിടുന്നതും ഓക്സിജൻ. പശു ശ്വസിക്കുന്നതും ഓക്സിജൻ, പശു പുറത്തുവിടുന്നതും ഓക്സിജൻ. പറഞ്ഞത് ആലോചിക്കണം. ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് അദ്ദേഹം. ചില 2ാം കിട, 3ാം കിട, 4ാം കിട എന്ന് നമുക്ക് പറയാവുന്നതുപോലെ വളരെ മോശം ലിറ്ററേച്ചറിലൂടെ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ് ഒരു വിധിന്യായത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനൊരു ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ പശു ശ്വസിക്കുന്നത് ഓക്സിജനാണോ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിവരക്കേടാണെന്ന് പറയാം. പക്ഷേ നമ്മുടെ രാജ്യത്തെ ഒരു ന്യൂനപക്ഷത്തെ പൂർണ്ണമായും അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുക, അവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുക, അവിടുത്തെ മുല്ലമാരെ കാട്ട്മുല്ല എന്ന് വിളിച്ച് 4ഉം 5ഉം കെട്ടി നടക്കുന്നവരല്ലേ എന്ന രീതിയിൽ അപമാനിക്കുക എന്നുള്ളത് ഒരു സിറ്റിംഗ് ജഡ്ജിയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്നതല്ല. അത് തീർച്ചയായും നമ്മളിൽ ആശങ്കയുണ്ടാക്കുന്നതുമാണ്. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിക്കാം. ഇത് അദ്ദേഹം പറഞ്ഞത് വെറുതെ അല്ല. അദ്ദേഹം 2026 റിട്ടയർ ചെയ്യാൻ പോകുന്നൊരു ജഡ്ജിയാണ്. റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ബെനിഫിറ്റുകളിലാണ് അദ്ദേഹത്തിൻ്റെ കണ്ണ്. 2021 ശേഷം അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റുകൾ അപ്പോയിൻമെൻറ്റുകൾ എടുത്തു നോക്കിയാൽ 21-25% വരും. 21% വരും. വിവിധ കോടതികളിൽ നിന്ന് റിട്ടയർമെൻറ്റ് ചെയ്തു പോകുന്ന ജഡ്ജിമാരെ നിയമിക്കുന്നത്. രഞ്ജൻ ഗൊഗോയ് നമുക്കറിയാവുന്നതല്ലേ, അയോധ്യയുടെ വിധി പറഞ്ഞ ജഡ്ജിയല്ലേ. രഞ്ജൻ ഗൊഗോയ് എവിടെയാണ് കൊണ്ടുപോയത്? രഞ്ജൻ ഗൊഗോയ് രാജ്യസഭയിലെ നോമിനേറ്റഡ് മെമ്പറാക്കിയില്ലേ. എവിടെയാണ് അബ്ദുൽ നസീർ ഉള്ളത്? അബ്ദുൽ നസീർ ഡിമോണിറ്റൈസേഷനിൽ വിധി പറഞ്ഞ ജഡ്ജിയല്ലേ. അബ്ദുൽ നസീർ റിട്ടയർമെൻറ്റിന് 1 മാസത്തിനുള്ളിൽ ആന്ധ്രാപ്രദേശിലെ ഗവർണറാക്കി നിയമിച്ചില്ലേ. അരുൺ മിശ്രയെ എന്താ ചെയ്തത്? അരുൺ മിശ്ര ലോയ കേസിൽ നിന്ന് പിന്മാറിയില്ലേ. ആ അരുൺ മിശ്രയെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ അംഗമാക്കിയില്ലേ. അങ്ങനെ എത്രയെത്ര. അശോക് ഭൂഷൺ ഇതേ വിധിന്യായം പറഞ്ഞ അയോധ്യയുടെ ബെഞ്ചിലുണ്ടായിരുന്നയാളല്ലേ. അദ്ദേഹത്തെ അപ്പലേറ്റ് ട്രിബ്യൂണലിലേക്ക് കൊണ്ടുപോയില്ലേ. അങ്ങനെ ഒരുപാട് അതൊരു കൂൾ പീരീഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്, കൂളിംഗ് പീരീഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. DY ചന്ദ്രചൂഡ് അത് സ്വീകരിക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു പോസ്റ്റ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുകൾക്ക് വേണ്ടി സ്വന്തം ഭരണഘടനയെ മനസ്സിലാക്കാതെ, അഥവാ മനസ്സിലാക്കിയെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ഒറ്റുകൊടുക്കുന്ന ഈ ജഡ്ജിമാരെ കൊണ്ട് നീതിപീഠത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നോക്കൂ, റാമും റഹീമും നിങ്ങളുടെ നീതിപീഠത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഈ ജഡ്ജിയെ സംബന്ധിച്ച് റാം ഇന്ത്യക്കാരനും റഹീം എന്നുള്ളത് ഒരു അപരനുമായി തീരുന്ന അവസ്ഥയുണ്ടാവുകയും നീതി സ്വാഭാവികമായും റാമിൻ്റെ ഭാഗത്തേക്കാണ് എന്ന് ധരിക്കുകയും ചെയ്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ജഡ്ജി പറയുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് അഹിംസയുണ്ടാവാൻ കഴിയില്ല. അപ്പോൾ റാമും റഹീമും വിധിന്യായത്തിൽ ജഡ്ജിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായി നിൽക്കുമ്പോൾ അദ്ദേഹം ഇതിനകം തന്നെ ധരിച്ചിരിക്കുന്ന ആശയധാരയിൽ അദ്ദേഹം വിധി പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ തന്നെ അനീതി സംഭവിച്ചിരിക്കുന്നു. അഥവാ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഈ ജഡ്ജിയുടെ മുന്നിൽ നീതിക്ക് വേണ്ടി പോയി നിൽക്കുന്ന നിമിഷം ആ അനീതി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അത്യന്തം ഭീകരമാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് രാജ്യം ഒന്നടങ്കം ശേഖർ കുമാർ യാദവിൻ്റെ ഈ പ്രസ്താവനയെ അപലപിക്കുന്നത്. 1 ഇഞ്ച് പോലും നമുക്ക് ശേഖർ കുമാർ യാദവ് എന്ന ഓക്സിജൻ ശ്വസിച്ച് ഓക്സിജൻ പുറത്തോട്ട് വിടുന്ന ജഡ്ജിയെ നമുക്ക് ന്യായീകരിക്കാനില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തീർച്ചയായിട്ടും പുറത്താക്കണം. പക്ഷേ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതേറെ ബുദ്ധിമുട്ടാണ്. അത് രാജ്യസഭയിൽ ആ പ്രമേയം പാസ്സാകാനുള്ള സാധ്യതയില്ല. ഒരു എൻക്വയറി കമ്മിറ്റി വന്നാൽ പോലും ജഗദീപ് ധൻഖറിൻ്റെ അടുത്താണ് അത് ഇരിക്കുന്നത്. ജഗദീപ് ധൻഖർ ആണെങ്കിൽ വീണ്ടും പുറത്താവാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു കക്ഷിയാണ്. അദ്ദേഹമാണ് ഇനി ആ കമ്മിറ്റി രൂപീകരിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്നു. അത് ഭരണഘടനയുടെ മതേതരത്വത്തിന്, ജനാധിപത്യത്തിന്, റിപ്പബ്ലിക് എന്ന ആശയത്തിന്, തുല്യത എന്ന ആശയത്തിന് ഒക്കെ തന്നെ കടക്കൽ കത്തിവയ്ക്കുന്ന ഒന്നാണ്. അടിസ്ഥാന ബേസിക് സ്ട്രക്ചറിനെ തന്നെയാണ് ശേഖർ കുമാർ യാദവ് ചോദ്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിശ്ചയമായും അദ്ദേഹത്തെ പുറത്താക്കും. ഇവിടെ നേരത്തെ പറഞ്ഞത് ഇത് ഹിന്ദുസ്ഥാനാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഹിന്ദുസ്ഥാനാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കില്ലല്ലോ. ഭൂരിപക്ഷത്തിൻ്റെ ഇഷ്ടമേ ഇവിടെ നടക്കൂ എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ നേരത്തെ സുജയ് പറഞ്ഞു, ഇവിടെ ഒരു മുസ്ലിം നാമധാരിയായ ജഡ്ജി മറിച്ചുള്ളൊരു വാദം ഉയർത്തിയാൽ അതും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ വർത്തമാന കാലത്ത് അങ്ങനെ ഒരു ജഡ്ജിക്ക് അത്തരം ഒരു കമൻറ്റ് പറയാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണോ നമുക്ക് ഇവിടെയുള്ളത്? അങ്ങനെ പറഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞ ഒരു ഉദാഹരണം നമുക്ക് തിരിച്ചു ചൂണ്ടിക്കാണിക്കാനില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഭരണഘടനയോട് കൂറ് പുലർത്തുന്നുണ്ടോ എന്ന് സർക്കാരിന് വ്യക്തമാക്കാവുന്ന ഒരു അവസരമാണ് വന്നിട്ടുള്ളത്. ആ ഒരു അവസരം സർക്കാർ ഉപയോഗിക്കുമോ എന്നുള്ളതാണ്. കാരണം ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് നടക്കേണ്ടത്, അതാണ് നടപ്പാക്കേണ്ടത് എന്ന്
ജഡ്ജി പറഞ്ഞതിനെ ശരിവെക്കുന്നോ ഇല്ലേ, അതിൽ ഒരു അഭിപ്രായം പറയണമല്ലോ. ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് സമുദായം എന്ന് പറയുന്നുണ്ടോ? അല്ല, ഭൂരിപക്ഷ വിഭാഗം എന്ന് പറയുന്നു, അപ്പുറത്ത് മുസ്ലിം ന്യൂനപക്ഷത്തെ അപമാനിക്കുകയും ചെയ്യുന്നുണ്ട്. നോക്കൂ, ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഉപയോഗിച്ചിട്ടില്ല ഉണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് പിന്നെ നാല് വിവാഹം കഴിക്കുന്നു എന്ന് പറയുന്നു. മുല്ല എന്ന് പറയുന്ന പിന്നെ ആരെയാണ്? കട്ട്മുല്ല എന്ന് പറയുന്ന ആരെയാണ്? ഇതിലിങ്ങനെ ഒരു നിഷ്കളങ്കമായ മനസ്സിലാക്കലില്ല സുജയ. രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം, ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഹിന്ദുക്കളെയാണോ അതൊരു അപമാനിക്കുന്ന പ്രയോഗമാണ് കട്ട്മുല്ല എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ഈ മൗലികാവശ്യങ്ങൾ അടിയന്തരാവസ്ഥ കാലത്തും ഉള്ളതാണ്, നിലനിൽക്കുമെന്ന് പറഞ്ഞ ന്യൂനപക്ഷ വിധി എഴുതിയത് HR ഖന്നയാണ്. HR ഖന്നയെ BJP എപ്പോഴും പ്രകീർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അടിയന്തരാവസ്ഥക്കെതിരെ നിലപാടെടുത്താണല്ലോ BJP. അപ്പോൾ അങ്ങനെ പ്രകീർത്തിക്കുന്നവർ ഇപ്പോൾ ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് അറിയേണ്ടതാണ്. ജഡ്ജിമാരുടെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു? ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇദ്ദേഹം ക്രിമിനൽ കേസുകൾ ഡീൽ ചെയ്യുമ്പോഴാണല്ലോ നേരത്തെ സിവിൽ കോടതി കേസുകൾ മാത്രമാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് ഉടനെ തന്നെ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട്. നടപടി ഉണ്ടാക്കേണ്ടി വരുന്നത് സുപ്രീം കോടതി അത് പറഞ്ഞു പോകണമല്ലോ. സുപ്രീം കോടതിയാണ് എടുത്തത്, സർക്കാരല്ല അതിൽ നിലപാടെടുക്കുന്നത്. സുപ്രീം കോടതിയല്ല, അലഹബാദ് ഹൈക്കോടതിയാണ്. അലഹബാദ് ഹൈക്കോടതിയോട് റിപ്പോർട്ട് തേടിയ ശേഷം അപ്പോൾ അത് റോസ്റ്ററിൽ മാറ്റേണ്ടി വരും. അതൊരു വലിയ പറയുന്നത് അദ്ദേഹം പറഞ്ഞതിനെ എൻഡോഴ്സ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് രാജ്യത്തുള്ളതെങ്കിൽ സർക്കാർ സംവിധാന ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുത്തിട്ടുള്ള പ്രധാനമാണെന്നേ. ജുഡീഷ്യറിയുടെ ഭാഗമാണ് അദ്ദേഹം. ആ ജുഡീഷ്യറി ആദ്യത്തെ സർക്കാർ ഈ കാര്യത്തിൽ നിലപാട് അത് പ്രധാനമാണ്. അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യം. അതെ, അത് മാത്രമല്ല, നോക്ക്, ഇവിടെ ഒരു പ്രദേശം പാകിസ്ഥാനാണ് എന്ന ഒരു ജഡ്ജി പറയുമ്പോൾ അതിന്മേൽ ഇനി അങ്ങനെ പറയരുത് എന്ന് മാത്രം പറഞ്ഞു പോയാൽ മതിയോ? അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, അതിനെ അത്ര ഗൗരവത്തിൽ എടുക്കേണ്ടിയിരുന്നു. അങ്ങനെ എടുക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഇതിലൊരു തുടർച്ചയുണ്ടാകുന്നത്. അങ്ങനെ ഒരു ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഇംപീച്ച്മെന്റിലേക്ക് പോകുന്നത്. സംഭാൽ സർവേ നടത്തുന്ന കാര്യത്തിൽ ആ ഹർജി പോകുന്ന കോടതിയാണ്. അപ്പോൾ എന്തായിരിക്കും ഈ ജഡ്ജിയുടെ മുന്നിലെത്തിയാൽ തീരുമാനം അറിയാൻ പറ്റും. അതേ സംഭാലിൽ നിന്നുള്ള മുസ്ലിം യുവാവിനെതിരെയാണ് അദ്ദേഹം വിധി പ്രഖ്യാപിച്ചത്. ഓക്സിജന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ജഡ്ജിയുടെ അടുത്തേക്കാണ് കേസ് വരുന്നത്. ഈ ജഡ്ജിയുടെ തീരുമാനം അവിടെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ഒരാളും ഭൂരിപക്ഷ വിഭാഗത്തിലുള്ള ഒരാളുമാണ് അവിടെ അനീതി സംഭവിക്കുന്ന കാര്യം വ്യക്തമാവുകയാണ്. എങ്ങനെയാണ് രാജ്യത്ത് ഇത് സംഭവിക്കുക? പ്രീതിയോ ദ്വേഷമോ ഇല്ലാതെ അധികാരങ്ങൾ നടപ്പാക്കുമെന്ന് ഭരണഘടന തൊട്ട് സത്യം ചെയ്യുന്നവരാണ്. അങ്ങനെ ഭരണഘടന തൊട്ട് സത്യം ചെയ്യുന്നവരാണ് ഇവിടെ ദൈവത്തിന്റെ നാമത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൂടാ. എല്ലാവർക്കും പല വിശ്വാസങ്ങളുണ്ട്. എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങൾ, നേരത്തെ സുജയ പറഞ്ഞ അവരവരുടെ വിശ്വാസത്തിൽ നിൽക്കാം, ഒരു സംശയവുമില്ല. ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും ഒക്കെ ആരാധിക്കാം, ഒരു തെറ്റുമില്ല. അത് മാത്രമേ ശരിയുള്ളൂ പ്രഖ്യാപിക്കാൻ പറ്റില്ല. എല്ലാ കുഞ്ഞുങ്ങളും രാമനാവുന്നതാണ് കാണുന്നത് എന്ന് പറയുന്നത് ഒരു തെറ്റുമില്ല. പക്ഷെ അടുത്ത വാചകം എന്ന് പറയുന്നത്, എന്നാൽ അവരുടെ കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്നത് പശുക്കളെ കൊല്ലുന്നതുമാണ്. അത് അവർക്ക് കാരുണ്യം എന്തെന്നറിയാത്ത മനുഷ്യരായിട്ട് അവർ മാറുന്നു. അവരിൽ അഹിംസ എന്നുള്ളത് ഇല്ലാതെ പോകുന്നു എന്ന് പറയുമ്പോൾ വിവേചനപരമായി രാജ്യത്ത് പശുക്കളെ കൊല്ലുന്നില്ലേ? അപ്പോൾ ആരാ കൊല്ലുന്നത്? പശുക്കളെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. ആരാ എക്സ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ ചോദിച്ചതിന് മറുപടി പറയാം. കമ്മ്യൂണിറ്റി എന്നുള്ളതല്ലോ ഞാൻ ചോദിച്ചത്. എന്താ പശുക്കളെ കൊല്ലാറില്ല? അദ്ദേഹം പറഞ്ഞ വാചകം എന്താണ്? പശുക്കളെ കൊല്ലുന്നത് കണ്ടു വളരും. പശുക്കളെ കൊല്ലുന്നില്ലേ? കൊല്ലുന്നത് കൊണ്ടാണല്ലോ കാണുന്നത്. പശുക്കളെ കൊന്ന് കയറ്റുമതി ചെയ്യുന്ന പശുക്കളെ കൊല്ലുന്നത് കാണുന്നു എന്ന് പറഞ്ഞത് എവിടെയാണ്? ഡോക്ടർ ഷാരൂഖ് നമ്മുടെ തൊട്ടു മുന്നിൽ കണ്ടതല്ലേ? കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് കേരളത്തിൽ ഇവിടെ കൊച്ചിയിൽ പശുക്കിടാങ്ങളെ കൊണ്ടുവന്നത്. പശുക്കളെ കൊല്ലുന്നത് കൂട്ടമായി കൊണ്ടുവന്നത്. ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാ? അതിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രദേശം എവിടുന്ന? അതിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ് ഗ്രൂപ്പുകാർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാ? അവരുടെ മക്കളെ കുറിച്ചാണോ പറഞ്ഞത്? അദ്ദേഹം മുസ്ലിം എന്ന് എടുത്ത് പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? കാട്ട്മുല്ല ആരാ? അദ്ദേഹം കട്ട്മുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദി എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് വേഷം കണ്ടാൽ അറിയാമെന്ന് പറഞ്ഞത് ഇവിടുത്തെ പ്രധാനമന്ത്രിയാണ്. മുല്ല എന്ന് പറഞ്ഞാൽ തീവ്രവാദിയാണെന്നോ കാട്ട്മുല്ല എന്ന് പറഞ്ഞാൽ തീവ്രവാദിയാണെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? ആ വാക്കിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ഒരു ജഡ്ജി എങ്ങനെ പറയാൻ പറ്റും? ഒരു പൗരനും പറഞ്ഞതിനെ ഞാനിവിടെ ഒരു പൗരനും പറയാൻ പറ്റില്ല, രാഷ്ട്രീയക്കാർക്കും പറയാൻ പറ്റില്ല, ജഡ്ജിമാർക്ക് ഒട്ടും പറയാൻ പറ്റില്ല. വേഷം കണ്ടോ മതം കൊണ്ടോ ഒരു വ്യക്തിയെയും നമുക്ക് തീവ്രവാദിയാണെന്ന് അളക്കാൻ കഴിയില്ല. മലഗാവിൽ സ്ഫോടനത്തിൽ ഉണ്ടായിരുന്നത് ഏത് വേഷം കണ്ടിട്ടാ? മലഗാവ് സ്ഫോടനത്തിലെ പ്രതി ആരാ? പുറത്താക്കണമോ എന്നാണ് ചോദ്യം. ഇടവേളയ്ക്ക് ശേഷം. പുറത്താക്കണമോ എന്നാണ് ചോദ്യം. ശേഖർ കുമാർ യാദവിനെ പുറത്താക്കണം എന്ന് തന്നെയാണ് 3 പേരുടെയും അഭിപ്രായം.
Meet the editors.